ഹായ്, ഐ ആം പ്രീത ഫ്രം കാതിലോല. നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ കുട്ടനെല്ലൂരാണ്. ഇന്ന് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻറ്റ് മെറ്റീരിയൽ, ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ളത് കാണാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു 3 പീസ് കുർത്തിയാണിത്. പ്യുവർ കോട്ടൺ ആണ്. അതിൻ്റെ പ്രിൻറ്റ് നോക്ക്, നല്ല ജീവസുറ്റ പ്രിൻ്റാണ്. നല്ല സ്റ്റൈലായിട്ട്, വലിയ പ്രിൻ്റ് ആണെങ്കിൽ പോലും നല്ലൊരു സ്റ്റൈൽ പ്രിൻ്റാണ്. കുറച്ച് റയറായിട്ടുള്ള ഒരു പ്രിൻ്റാണ്. അതിൻ്റെ പ്രത്യേകത ഇങ്ങനെ കോളറിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഫുൾ പിൻറ്റൊക്കെ ആയിട്ടുള്ള ആ ഒരു പ്ലേറ്റാണ്. ഇത് ഇവിടെ വരെ വന്നിട്ട് പിന്നെ ചെറിയ പ്ലേറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. 2 സൈഡിലും പ്ലേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. എയർ ലൈൻ പോലെയുള്ളതാണ്. സൈഡിൽ സ്ലിറ്റുള്ള ടൈപ്പാണ്. ഇങ്ങനെ വരും. 3/4 സ്ലീവ് ആയിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു ഇത്. സൈഡ് ഇതിന് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഫുള്ളായിട്ട് ഇവിടെ വുഡൻ വർക്ക് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് വുഡൻ വർക്ക്. സെൻറ്റർ പോർഷനിൽ ലേശം ഒരു ചെറിയൊരു കട്ടിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ സെയിം പ്രിൻറ്റിൽ തന്നെയുള്ള കോഡ് സെറ്റിലൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ഇതാണ്. സെയിം പ്രിൻറ്റിൽ തന്നെയുള്ള പാൻറ്റ്. അതാ അതുപോലെയുള്ള അതേ ഡിസൈനും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു പാൻറ്റാണ്. അങ്ങനെയാകുമ്പോൾ അതൊരു നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. ഒരു പ്രത്യേകത തോന്നുന്നത് അതുകൊണ്ടാണ്. ബാക്കിൽ മാത്രം എലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റ്. സൈഡ് പോക്കറ്റ് 2 വശത്തും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ലൂസ് പാൻറ്റാണിത്. നല്ല ആപ്റ്റായിട്ട് വളരെ ഇതിനൊരു മാച്ച് ചെയ്യുന്നതാണ്. പാൻറ്റും ടോപ്പും ഒരേപോലെ തന്നെ. ഇത് കോട്ടാഡോറിയുടെ ദുപ്പട്ടയാണ്. ഇതിന് ബ്രഷ് പെയിൻറ്റഡ് ആയിട്ടുള്ള കോട്ടാഡോറിയുടെ നല്ല സ്റ്റൈലൻ ദുപ്പട്ട. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് 40 സൈസ് തൊട്ടിട്ട് 46 സൈസ് വരെയാണുള്ളത്. 40 to 46 സൈസാണ് ഉള്ളത്. ബനാറസ് സിൽക്കിൽ വരുന്ന 3 പീസ് സെറ്റാണ്. റൗണ്ട് നെക്കാണ്. കുറച്ച് വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ്. ഇവിടെ എല്ലാം ജെലി വർക്കാണ് വന്നിട്ടുള്ളത്. എല്ലാം ഇവിടെ ബൂട്ട വർക്ക് എല്ലാം വന്നിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ ഇങ്ങനെയാണ് ലൈനിങ്ങാണ് വന്നിരിക്കുന്നത്. വീവിങ് ആണ്. ഇതെല്ലാം വീവ്ഡ് ആയിട്ടുള്ള ഒരു ജെരിയുടെ ഗോൾഡ് കളറിലുള്ള ജെരിയുടെ വർക്കാണ് വന്നിട്ടുള്ളത്. ചെസ്റ്റ് പോർഷൻ നല്ല ഫുള്ളായിട്ട് ഇതെല്ലാം ഹാൻഡ് എംബ്രോയിഡറിയാണ്. സീക്വൻസ് വർക്കും ബീഡ്സ് വർക്കൊക്കെ ഇവിടെ നല്ല നിറഞ്ഞിരിക്കുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ടാണ്. സ്ലീവ് പ്ലെയിൻ ആണ്. അറ്റത്ത് മാത്രം ബനാറസിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ സ്ലിറ്റ് ഉള്ളതാണ്. നല്ല മൽക്കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിരിക്കുന്നു. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നുണ്ട്. 4 വശത്തും ബോർഡറോട് കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇടയിലെല്ലാം ഈ ഒരു ബൂട്ട വർക്ക് പോലെ ഈ ഒരു കൊച്ചു ഡിസൈൻ വന്നിട്ടുണ്ട്. ഫുൾ 4 സൈഡിലും ഇങ്ങനെ ബോർഡർ വരണം. അതുപോലെ തന്നെ ടസൽസ് വന്നിട്ടുണ്ട്. സിൽക്ക് തന്നെയാണ്. ബനാറസ് സിൽക്ക് തന്നെയാണ് ടോപ്പും. ഇത് സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ള പാൻറ്റാണ്. വളരെ ആപ്റ്റായിട്ടുള്ള കറക്റ്റ് കളർ തന്നെയാണ്. ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പാൻറ്റാണ്. ഇവിടെ ഇങ്ങനെയുള്ള എല്ലാ ഒരു പ്രീമിയം ടൈപ്പ് പാൻറ്റിൻ്റെ എല്ലാ ഒരു ക്വാളിറ്റിയും അതിലേക്ക് നമുക്ക് കാണാം. താഴെ ബോർഡറായിട്ട് ഇങ്ങനെയുണ്ട്. ബനാറസിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ വർക്കും കാണാം. ഇത് 44 സൈസാണ്. അതായത് XXL സൈസിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബനാറസ് സിൽക്കാണ്. നല്ലൊരു റയർ ഷെയ്ഡാണ്. ഒരു നമ്മൾ പറയുക ചെറുപയർ പച്ചയേക്കാളും കുറച്ചുകൂടി ബ്രൈറ്റാണ്. അത്രയും ഡാർക്കല്ല എന്ന് മാത്രം. നല്ലൊരു സ്റ്റൈലിഷ് പീസാണ്. പ്രീമിയം ജോർജറ്റാണിത്. വിസ്കോസ് ജോർജറ്റ് എന്ന് പറയും. വിസ്കോസ് ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടാണ് അവർ പറയണത്. ഇതിൻ്റെ 4 കളേഴ്സ് ലഭ്യമാണ് ഇവിടെ. ഇതെല്ലാം XL സൈസിൽ, അതായത് 48 സൈസിൽ മാത്രമായിട്ടുള്ള വന്നിട്ടുള്ള സെറ്റാണ്. ഇങ്ങനെ ഒരു സ്വീറ്റ് ഹാർട്ട് മോഡലാണ് അതിൻ്റെ നെക്കിൻ്റെ ഒരു വർക്ക്. പിന്നെ എല്ലാം സ്റ്റോൺ, വളരെ പൊടിയായിട്ടുള്ള സ്റ്റോൺ വർക്കും എംബ്രോയിഡറിയാണ് ഇതിൽ ഫുള്ളായിട്ട് ലോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാകിസ്ഥാനി
കട്ടാണ് ഇതിന് വന്നിട്ടുള്ളത്. താഴെയൊക്കെ നോക്കുക എന്തൊരു സ്റ്റൈലാണ്. ഫുള്ളായിട്ടും സ്റ്റോണും എംബ്രോയ്ഡറിയും ഇവിടെയൊക്കെ കളർ നൂല് പലതരത്തിലുള്ള നൂലുകളുടെ ഒരു വർക്കൊക്കെ കാണാം. ഇതാ ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഡിസൈനും കാര്യങ്ങളും നല്ല സ്റ്റൈലായിട്ടുള്ള വെയർ ചെയ്യാൻ നല്ല സുഖമുള്ള ഒരു ആർട്ടിക്കിളായിട്ട് തന്നെ നമുക്ക് ഇതിനെ പറയാം. ഇവിടെ കുറച്ച് ഹെവി ആയിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത്. സ്ലീവ് ഇങ്ങനെയാണ്. ലൈനിങ് ഉണ്ട്, സൈഡ് സ്ലിറ്റ് ഉള്ളതാണ്. കോട്ടൻ്റെ ലൈനിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. അതുപോലെ ദുപ്പട്ട ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല വർക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം 4 വശത്തും ഇങ്ങനെ ആ ഒരു ജെരി വർക്കും പിന്നെ ചെറിയ ആ ഒരു സ്റ്റോണിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്ക് ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാം. പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റിൻ്റെ തന്നെ പാൻറ്റാണ്. ഫുള്ളി എലാസ്റ്റിക് ആയിട്ടാണ്. നല്ല സൈസ് ഒക്കെ വളരെ ആപ്റ്റായിട്ടുള്ളതാണ്. പാൻറ്റിൻ്റെ അറ്റത്ത് ഇങ്ങനെ പ്ലീറ്റ് പോലെ കൊടുത്തിട്ട് താഴെ ക്രോഷോ ലേസും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലേസാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സ്റ്റൈൽ ആൻഡ് പീസാണ് ഇത്. എല്ലാം 4 കളറുണ്ട്. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് തരാൻ പറ്റും. അതിലെല്ലാം 42 സൈസിലാണുള്ളത്. ഇതിൻ്റെ ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക്, ഡാർക്ക് ഗ്രീൻ, പിന്നെ ബ്ലൂ ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ടിഷ്യൂ സിൽക്കിൽ വരുന്ന സെറ്റാണ് ഇത്. ഫുള്ള് സെറ്റ് മുഴുവനും XXL സൈസിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം വീവ്ഡാണ്. ടിഷ്യൂ സിൽക്കാണ്. അതിൻ്റേതായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷൈനിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു കുറച്ചൊരു എന്താ പറയുക, അത്ര ഉദിക്കാത്ത ഒരു ഗോൾഡ് കളറിലുള്ള ഒരു പ്രിൻ്റായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ല സ്റ്റൈലായിട്ട് ഫുള്ളായിട്ടുണ്ട്. ആ ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഒരു റയർ ഷെയ്ഡാണിത്. ഒരു ഈ വീഡിയോയിൽ കാണുന്ന അതേ ഷെയ്ഡ് തന്നെയാണ്. ഫുൾ സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കും അതുപോലെ ഇതെല്ലാം നല്ല ചെറിയതായിട്ടുള്ള സ്റ്റോണും അതുപോലെ തന്നെ എംബ്രോയിഡറി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വർക്കാണ്. റൗണ്ട് നെക്കുമാണ്. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റിൽ നമുക്ക് മൽക്കോട്ടൻ്റെ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. വീവ്ഡായിട്ടുള്ള ചെറിയ ചെറിയ ബുട്ടാസൊക്കെ കാണാം. എൻഡിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ടസൽസ് എല്ലാം ഉണ്ട്. XXL സൈസിൽ മാത്രമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സെറ്റ് മുഴുവനും XXL സൈസാണ്. ഇതിൻ്റെ ഈ കളർ ഷെയ്ഡ് തന്നെ ഒരു സിൽക്ക് ഒരു നല്ലൊരു പ്രൗഡി തോന്നിക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. അതിൽ ആ ഒരു ബൂട്ടയുടെ വർക്കൊക്കെ വരുമ്പോൾ നല്ലൊരു സ്റ്റൈൽ പീസാണ്. വളരെ ഡാർക്കായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണത്. ബ്ലാക്ക് പോലെ തന്നെ തോന്നിക്കും, പക്ഷേ വളരെ ഡാർക്കായിട്ടുള്ള ബ്ലൂ ആണ്. ഇത് റോമൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ്. റോമൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയലിന് ഷാർപ്പായിട്ടുള്ള ബി പോലെയാണ് വന്നിട്ടുള്ളത്. ഇത്രയും വീതിയിൽ നല്ല എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്റ്റോണുണ്ട്. നല്ല സ്റ്റൈലായിട്ടാണ് ഇത്രയും പോർഷനിൽ ആ ഒരു നെക്ക് പോർഷൻ വന്നിട്ടുള്ളത്. പിന്നെ കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണ്. അതുപോലെ 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് നല്ല ഒരു ഇങ്ങനെ സ്കാലപ്പ് പോലെ കൊടുത്തിട്ട് അതിലെല്ലാം എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. സൈഡിൽ സ്ലിറ്റുള്ളതാണ്. ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യം ഇല്ല. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരണം. അതുപോലെ ദുപ്പട്ട സിൽക്ക് മെറ്റീരിയൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ്. നല്ല സ്റ്റൈൽ ദുപ്പട്ടയാണ്. വീതി നീളം എല്ലാം ആവശ്യത്തിന് നമുക്കുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളതാണ്. ഇടയിലൊക്കെ ഇങ്ങനെ ഒരു ഫോയിൽ പ്രിൻറ്റ് വളരെ അപൂർവമായിട്ട് അവിടെ ഇവിടെ എല്ലാം ഫോയിൽ പ്രിൻറ്റിൻ്റെ ഒരു വർക്കും നമുക്ക് കാണാൻ പറ്റും. മിഡിൽ പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഒരു ബ്രിക്ക് റെഡ് കളറിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. 4 സൈഡിലും
ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഒരു ബോർഡർ പോലെ നല്ല ഭംഗിയായിട്ട് അതിൽ സീക്വൻസ് ഒരു ഫോയിൽ പ്രിൻറ്റിൻ്റെ വർക്കും ഒക്കെ കാണാം. നല്ല ഒരു സുന്ദരം പീസാണ്. അടിപൊളി ഒരു പീസായിട്ട് തന്നെ പറയാം നമുക്ക്. സെയിം മെറ്റീരിയൽ റോമൻ സിൽക്കിൽ തന്നെയുള്ള ബ്ലാക്ക് കളർ പാൻറ്റ്. ഇതൊരു ബ്ലാക്ക് പോലെ തോന്നും, ഡാർക്ക് ബ്ലൂ എന്നും വേണമെങ്കിൽ പറയാം, വളരെ ഡാർക്ക് ബ്ലൂ എന്നും പറയാം. പല ഷെയ്ഡിലും ഇത് രണ്ടും മാറി മാറി നമുക്ക് തോന്നിക്കും. നല്ലൊരു പാൻറ്റാണ്. കോട്ടണിൽ വരുന്ന 2 പീസ് കുർത്തിയാണ് ഇത്. ജയ്പൂർ കോട്ടൺ ആണ്. ഒരു ഗൗൺ ടൈപ്പാണ്. 2 പീസാണ്, ഗൗൺ ടൈപ്പാണ്. ഗൗൺ വിത്ത് ദുപ്പട്ട, ഈ 2 പീസാണ് ഉള്ളത്. ഇത് റൗണ്ട് നെക്കായിട്ട് ഇങ്ങനെ വരും. ഇവിടെ ഒരു കോളർ, ചൈനീസ് കോളർ പോലെ. ഇവിടെ ഇത്ര ഓപ്പണിങ് ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ബട്ടൺസ്, ഇത്രയും ലെങ്ത്തിൽ ബട്ടൺസ് വന്നിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു യു ഷേപ്പിലാണ് ഒരു ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. കാന്ത സ്റ്റിച്ചും അതുപോലെ തന്നെ ചെറിയ സീക്വൻസും വളരെ പൊടിയായിട്ടുള്ള സീക്വൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഹാഫ് പോർഷനിൽ അങ്ങോട്ട് സ്ലിറ്റ് വന്നിട്ടിരിക്കുകയാണ്. സെൻട്രൽ പോർഷൻ കംപ്ലീറ്റ് സ്ലിറ്റ് ആയിട്ടാണ്. ഉള്ളിൽ ഇതേ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ. അങ്ങനെ കാണാം. അത് കുറച്ച് ലെങ്ത്ത് കുറവാണ്, അതിനേക്കാൾ കൂടുതലാണ് ഓവർകോട്ട് പോലെ വന്നിട്ടുള്ളതിൻ്റെ ലെങ്ത്ത്. പക്ഷേ ഇതിന് പാൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്ക് റെഡ് ഷെയ്ഡിലോ അതല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലോ ഉള്ള പലാസോ അതല്ലെങ്കിൽ ലെഗിൻസ് എല്ലാം നമുക്ക് ഇതിന് പെയർ ചെയ്യാം. ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന് മാച്ചായിട്ട് നമുക്ക് അടിയിൽ ധരിക്കാം. അതുപോലെ 3/4 സ്ലീവും, സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനൊരു ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ആ ഒരു ഫ്രോക്കിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നല്ല ഫ്ലെയർ ഉള്ളതാണ്, ധാരാളം ഫ്ലെയർ വരുന്ന നല്ല കോട്ടനാണ്. സെൻറ്റർ പോർഷൻ ഇങ്ങനെ നല്ല ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ പല മോഡലുകളും നമുക്ക് പലതായിട്ടും വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പ്രിൻ്റ് വെച്ചിട്ട് ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും പിന്നെ ഒരു സ്റ്റൈലുമായിട്ട് കാണാം. ബാക്ക് പോർഷനും സെയിം ഡിസൈൻ തന്നെ, ഒരേ ഡിസൈൻ മാത്രമല്ല, ബാക്കിൽ ഫുള്ളായിട്ടും ഒരേ ഡിസൈനിൽ മാത്രം കാണാൻ പറ്റും. അതുപോലെ ദുപ്പട്ട നല്ല നീളം വീതി എല്ലാം ആവശ്യത്തിനുള്ളതാണ്. നല്ല സോഫ്റ്റാണ്. മൽമൽ കോട്ടൺ തന്നെയാണ്. മൽമൽ കോട്ടണിൽ വരുന്ന നല്ല സ്റ്റൈലും ദുപ്പട്ട. അറ്റത്തെല്ലാം ഇങ്ങനെ പൊടിയായിട്ടുള്ള ഡിസൈനാണ് ഉള്ളിൽ വന്നിരിക്കുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ കൊച്ചു ഡിസൈന്, എന്നാൽ ഒരു ഹെവിനെസ് തോന്നുന്ന നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഹെവി ആയിട്ട് തോന്നുന്ന നല്ലൊരു ആർട്ടിക്കിളാണ് ഇത്. ഇത് മീഡിയം ടു XXL സൈസിൽ വരെ അവൈലബിൾ ആണ്. 1525 ഇതിൻ്റെ വില. പ്യുവർ ജയ്പൂർ കോട്ടൺ.